ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, പിന്നെ നിങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങളും. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിലും, ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ അവിടെ ഒരു ഏകാന്തത നിങ്ങളുടെ മനസ്സിന് വരുന്നു. പൂർണ്ണമായിട്ടും നിങ്ങൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കും, പക്ഷെ മെന്റലി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രസന്റ് ആകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പുറകെ ചില സമയങ്ങളിൽ ഒരു ഏകാന്തത വേട്ടയാടുന്ന പോലെയുള്ള അവസ്ഥകൾ. ഒന്നും മനസ്സ് തുറന്ന് പൂർണ്ണമായിട്ടും പല സന്തോഷങ്ങളും പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സുകൊണ്ട് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു ലോൺലിനെസ്, എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെയുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു കാര്യം. കാരണം ഇവിടെ ഒന്നല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട മുറിവുകളോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ആളുകൾ തന്ന മുറിവുകളോ, ഏതെങ്കിലും സിറ്റുവേഷൻസ് കാര്യങ്ങൾ തന്ന മുറിവുകളോ നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിക്ക് വിങ്ങലുണ്ടാക്കിയിട്ടുണ്ട്, മാനസികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ആ മുറിവുകൾ നിർത്തിയിട്ടുമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം ഒരു കുറച്ചൊക്കെ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാടല്ല, കുറച്ചൊക്കെ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കാൽക്കുലേഷൻസ് തെറ്റിച്ച് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സിറ്റുവേഷൻസോ നിങ്ങളോ ഈ ട്രാക്ക് മാറ്റിയ ഒരവസ്ഥയില്ലേ, നിങ്ങൾ വിചാരിച്ച ട്രാക്കിൽ കൂടിയല്ല വേറെ ട്രാക്ക് മാറ്റിപ്പോയി നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ഒരവസ്ഥ. അത് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു പരിപാടി. നിങ്ങൾ ചില സമയത്ത് നിങ്ങളെ തന്നെ ആശ്വസിപ്പിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും റിക്കവേർഡ് ആക്കി നിങ്ങൾ തന്നെ കൊണ്ടുവരും. കുറച്ചു നേരം കഴിയുമ്പോൾ എത്രത്തോളം നിങ്ങളെ മാനസികമായി തളർത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ തന്നെ മാനസികമായിട്ട് തളർത്തി നിങ്ങളുടെ ആ മാനസികമായിട്ടുള്ള തളർച്ച ഫിസിക്കലി നിങ്ങളെ ബാധിക്കുന്നു. അതൊരു ദേഷ്യഭാവത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആങ്സൈറ്റി, അടുത്തതെന്താവും അല്ലെങ്കിൽ ഇനി എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ആങ്സൈറ്റിയുടെ രൂപത്തിലൊക്കെ വരുന്നു. നിങ്ങളെ തന്നെ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളെ തളർത്താനുള്ള പരിപാടികൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾ അതിനേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ക്രൂശിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പരിപാടി ഇതിൽ. കാരണം ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ടൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. കുറച്ച് പേർക്ക് അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ, നിങ്ങളുടെ ലൈഫിൽ എന്താണ്, ചുറ്റുമുള്ള കാര്യങ്ങളിലോ മനുഷ്യരിലോ ഒന്നും ഇത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, അവരുടെ കുടുംബജീവിതത്തിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അത് ചിലപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നത്
ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല നാട്ടുകാരോ കൂട്ടുകാരോ ഓഫീസിലുള്ള ആളുകളുടെ ഒക്കെ ലൈഫായിരിക്കാം. എൻ്റെ ലൈഫിൽ മാത്രമാണല്ലോ ഇങ്ങനെ, ഞാൻ എന്തോരം സാക്രിഫൈസ് ചെയ്യുന്നു, എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എന്തോരം സ്നേഹിക്കുന്നു, എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നു, പക്ഷേ എൻ്റെ ജീവിതം എന്നെ എല്ലാവരും കറിവേപ്പില പോലെ എടുത്തു എറിയുന്നു എന്നുള്ളൊരു ഇത് നിങ്ങൾക്കുണ്ട്. ആവശ്യത്തിന് മാത്രം ആളുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും നാളെ ശരിയാകുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടരുന്നു. ചില സമയത്ത് ആ പ്രതീക്ഷ തന്നെ നിങ്ങൾ സ്വയം തല്ലിക്കെടുത്തി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ കയ്യും കെട്ടി ഇരിക്കുകയും ചെയ്യുന്നു. അതാണ് അതിലുള്ള പരിപാടികൾ. കാരണം ഇതിന് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഫാമിലീനെ തന്നെ, ഇപ്പം മക്കളുള്ളവരാണെങ്കിലും മക്കളെ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന പരിപാടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ കൊണ്ട്, നിങ്ങളെ കൊണ്ടല്ല, മറ്റുള്ളവരെ കൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഈ പറയുന്നത് പോലെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരവകാശം ഇല്ലാത്തവർ വരെ നിങ്ങളെ മറ്റു പലരിൽ കൂടിയോ അല്ലെങ്കിൽ നേരിട്ടോ നിയന്ത്രിക്കാനുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. കാരണം ഒരു അവകാശമില്ലാത്ത, ഒരു അർഹതയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉള്ളംകൈയിൽ സൂക്ഷിച്ച പല കാര്യങ്ങളുമാണ്, നിങ്ങൾ ഉള്ളംകൈയിൽ ഇങ്ങനെ കൊണ്ടുനടന്ന പല കാര്യങ്ങളുമാണ് ആ ഉള്ളംകൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ തുരന്ന് പണിയുണ്ടാക്കൂല, അത് നിങ്ങൾക്ക് പണി തന്നിട്ട് പോയത്. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇവിടെ അങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ബ്ലാക്ക് മാജിക്കിന്റെ കാര്യങ്ങളും നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങള് ഇപ്പൊ എന്താ പറയാ, നമുക്ക് മുന്നോട്ട് പല വഴികളുണ്ടെങ്കിലും നിങ്ങൾ ആ ഇരുട്ടത്ത് തന്നെ നിൽക്കുവാണല്ലോ, അല്ലെങ്കിൽ ഓർമ്മകളിൽ നിൽക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സംഭവിച്ചതിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇപ്പോ ടൈം മുന്നോട്ടല്ലേ പോകുന്നത്, ദിവസങ്ങളും മുന്നോട്ട്, വർഷങ്ങളും മുന്നോട്ട്. അപ്പൊ ആ ടൈമിനൊത്ത് പോകുന്നില്ല, അവിടെ തന്നെ സ്റ്റക്ക് ചെയ്ത് എന്താ പറയാ, ഫെവിക്വിക്ക് ഒട്ടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുവാണ്. ഞാൻ ഇന്ന് ഇത്തിരി നേരം ഇതൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, കുറച്ച് കഴിയട്ടെ, അപ്പൊ ഞാൻ ആലോചിക്കാം, ഇത്തിരി കൂടി ഒന്ന് ആലോചിക്കട്ടെ, അവരങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തു, എനിക്ക് അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്നോട് അന്ന് അങ്ങനെ പെരുമാറിയപ്പോൾ ഞാൻ ഇത്രത്തോളം എൻ്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുമെന്ന് വിചാരിച്ചില്ല, ഈ വ്യക്തി എന്നെ ബുദ്ധിമുട്ടിക്കുമെന്നോ, ഈ വ്യക്തിയുടെ ആളുകളോ ബുദ്ധിമുട്ടിപ്പിക്കുമെന്നോ, എൻ്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോകുമെന്നോ, എൻ്റെ മുമ്പിൽ കൂടി നഷ്ടപ്പെട്ടു പോകുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചത് തന്നെ പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളെ ദ്രോഹിക്കുന്നവര്, അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയും തമ്മിൽ തല്ലിപ്പിക്കുന്ന ആളുകൾ നല്ല രീതിക്ക് നിന്ന് ഈ അണ്ടർഗ്രൗണ്ട് വഴി പണിയുന്നു. അത് നിങ്ങളെ നല്ല രീതിക്ക് ഇട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. വാക്കുതർക്കങ്ങള്,
പരിപാടികൾ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾക്ക് പല കാര്യങ്ങളും മൈൻഡിൽ അറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന ഒരു നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ആൻസർ ഒന്നും അല്ല നിങ്ങൾ എവിടെയാണോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പിറകോട്ട് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ ഒരു പുഷിങ് ഇല്ല. സ്വന്തമായിട്ടും പുഷിങ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓർമ്മകളിൽ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നോ എന്നുള്ള അവസ്ഥയിൽ അവിടെ തന്നെ കുടുങ്ങും. പിന്നെയും ഒരു ബുദ്ധിമുട്ട് വീണ്ടും ആലോചിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി തല്ലുപിടിക്കുന്നത്, ഒരു ബന്ധമില്ലാത്ത ആളുകളുടെയോ സിറ്റുവേഷൻസിന്റെ പേരിലൊക്കെ തല്ലുപിടിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ഇവിടെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നല്ല രീതിയിൽ ചേരേണ്ട കാര്യങ്ങളല്ല, എന്നുണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് പോലെ നല്ല രീതിക്ക് പോകേണ്ട കാര്യങ്ങളിൽ കൂടി ഒരു കര തന്നെ ഇങ്ങനെ ഭൂമി പിളർത്തി വേർപെടുത്തിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ആളുകളും നിങ്ങളുടെ ജീവിതത്തിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ജീവിതത്തിലോട്ടോ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇത്രയും ചില സമയത്ത് നിങ്ങളെ ഇത്രയും തളർത്തി കളയുന്നത്. കാരണം എവിടെയാണോ നിങ്ങൾ നിന്നത്, അത് ഏത് വ്യക്തിബന്ധത്തിലാണെങ്കിലും ഏത് സ്നേഹബന്ധത്തിലാണെങ്കിലും അവിടെ നിങ്ങൾ നല്ല രീതിക്ക് എന്താ പറയാ ഒരു പൂർണ്ണമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിന്നൊരു ബന്ധമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, മനസ്സുകൊണ്ട് ഇഷ്ടമാണ്, ഫിസിക്കലി മെന്റലി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ് അവിടെ. അതാണ് നിങ്ങൾ ഇത്രയും ഒന്ന് കുലുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഓക്കെ, ഇനി നിങ്ങളിലോട്ട് വരുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം നല്ല രീതിക്ക് ഇവിടെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ അത് തീർത്ത് വരുന്നുണ്ട്, എന്നാലും കുറച്ച് നെഗറ്റീവ് എനർജി ഇവിടെ തടസ്സം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് ആണല്ലോ, നമുക്കത് പാസ്റ്റിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് മറക്കാനായിട്ട് ഞാൻ പറയുന്നില്ല, പൊറുക്കുക. ഇപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ടായ കാര്യങ്ങളോ സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് അതിലൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കുക. അത് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാപ്പ് കൊടുക്കുക. കാരണം അത് ഇതുണ്ട്, നിങ്ങളെ നല്ല രീതിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കിയ കാര്യങ്ങളുണ്ട്. അതൊന്ന് നമ്മൾ അതിൽ തന്നെ നിൽക്കാതെ ഒന്ന് മാറുക, റിക്കവേർഡ് ആകുക, റിക്കവറി ചെയ്യാനുണ്ട്. കാരണം ഒന്നല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻസിൽ കൂടെയോ അല്ല, ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പൊ എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പോസിറ്റീവായിട്ട് കിട്ടും. ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ഇത്തിരി എന്താ പറയാ അവരോട് സംസാരിച്ചാൽ നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് കിട്ടും. അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുക, ട്രാവൽ ചെയ്യുക, ലോകമൊക്കെ ഒന്ന് കാണുക, ഒരു ഇഷ്ടമുള്ള മ്യൂസിക്, നല്ല പടം, നല്ല ഫിലിം, ഇപ്പൊ എന്താ പറയാ മണിച്ചിത്രത്താഴ്, കിലുക്കം, അങ്ങനെയുള്ള ഫിലിമൊക്കെ നമുക്ക് നല്ലൊരു വൈബല്ലേ. നല്ല നമ്മൾ മനസ്സ് തുറന്ന് എല്ലാരും ചിരിച്ചിരിക്കുന്ന ഒരു ഫിലിമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു സുഖം കിട്ടും.
അപ്പൊ അതൊക്കെ കാണുക. നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കുക. സ്റ്റോപ്പ് ചെയ്ത് കളയരുത്, അത് പൂർണ്ണമാക്കുക. കാരണം നിങ്ങൾ പകുതി മൈൻഡോട് കൂടി നിങ്ങൾ ഒരു കാര്യത്തിനും ഇറങ്ങരുത്. ഇപ്പൊ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് റിമൂവിങ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കാൻ, എന്ത് പരിപാടിക്കും നിങ്ങളുടെ കാര്യമാണ്, നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ശരിയാക്കണം. അല്ലാതെ അവര് വരും ഇവര് വരും രക്ഷിക്കാൻ, രക്ഷകൻ വരും രക്ഷകൻ വരും, ഒന്നുമില്ല. അവനവൻ തന്നെ അവനവന്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അത് നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ ശരിയാക്കാം. നമ്മൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ശരിയാക്കണം. അതിനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളിലോ ശരിയായിട്ട് പോകും. നിങ്ങൾക്കിപ്പോൾ ഒരു മൈൻഡ് ഉണ്ട് അത് ശരിയാവില്ല, ഓ ഇങ്ങനെ തന്നെയൊക്കെ ഇരിക്കും എൻ്റെ ലൈഫ്, എനിക്കിനി സന്തോഷത്തിന്റെ പരിപാടിയൊന്നുമില്ല. നിങ്ങളൊരു സമയത്ത് ഓ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതി നിങ്ങളൊന്ന് ചിരിച്ചുകൊണ്ടോ ചിലപ്പോൾ ഓർക്കും. അല്ലാതെ ഈ ഫെവിക്വിക്ക് ഒട്ടിച്ച പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ഒട്ടിച്ച പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാം. കാരണം ഇറങ്ങാതെ പരിപാടിയൊന്നുമില്ല. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ എല്ലാത്തിനും മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവനവന്റെ സന്തോഷത്തിന് അവനവൻ തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പരിപാടിയിലോട്ട് പോയാൽ പെർഫെക്റ്റ് ടൈമിങ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറം, നിങ്ങൾ ധനത്തിന്റെ കാര്യമാണെങ്കിലും വിജയത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ 10 മടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തന്നെ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒന്നിനും ഇറങ്ങി പുറപ്പെടാനും താല്പര്യമില്ല, ഒരു കാര്യങ്ങളും നടത്താനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പൊ അതിലോട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇറങ്ങി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുവെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.